ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമ്മ ബ്ലോസിൻ്റെ അടിപൊളി വീഡിയോ, സൂപ്പർ വീഡിയോ ഒന്നും പറയുന്നില്ല, കാരണം അത്ര സൂപ്പർ വീഡിയോ അല്ല. ഇന്ന് പകൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇനി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണ്ടേ, കാരണം വീഡിയോ ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് മുതൽ ഞാൻ നമ്മുടെ തിരുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തിരുമ്മിയതൊക്കെ എല്ലാവരും ഓർക്കുന്നില്ലേ, വീഡിയോ ഒക്കെ ഇട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് ഈ സൈഡിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെ ആ ഒരു എന്നാ പറയുന്നത്, ചെറിയ ചെറിയ വേദനകളൊന്നും നമുക്ക് അതിലും വലിയ വേദന മനസ്സിലാകത്തോണ്ടപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വേദന അത്ര അങ്ങോട്ട് എഫക്റ്റ് ഞാൻ ചെയ്യത്തില്ല, അങ്ങനെ ആക്കത്തില്ല. പൊട്ടെ പൊട്ടെ പൊട്ടേന്ന് വെച്ച് തള്ളി വിടും. അപ്പം കഴിഞ്ഞ വർഷം മെയ് 21 ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് തിരുമാൻ പോയത്. അപ്പം ഈ പ്രാവശ്യം ആ സമയമാകുമ്പോൾ ചെല്ലണമെന്നായിരുന്നു നമ്മളോട് പറഞ്ഞു വിട്ടിരുന്നത്. പക്ഷേ പിന്നെ പോട്ടെ കുറച്ച് ദിവസം കൂടെ പോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളി വിട്ടു. പിന്നെ ഈ എന്നാ പറയുക, കോയമ്പത്തൂരിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നമ്മുടെ പിള്ളേർ വരുമല്ലോ തോർത്ത് ഭയങ്കര ചുക്കിരി തൂക്കിച്ചേയും തറ തൂക്കിച്ചേയും തുടയ്ക്ക് അലക്കും പിറക്കും ഭയങ്കര പണിയായിരുന്നു. അന്ന് ഭയങ്കര പണിയെന്ന് വെച്ചാൽ ഭയങ്കര പണിയായിരുന്നു. പിന്നെ ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വിറക് പെറുക്കിക്കൊണ്ട് അടുപ്പിൻ്റെ കീഴെ കൊണ്ട് വെക്കുകയും ഇന്നലെയും ഭയങ്കര ഇച്ചിരി ഓവർ പണിയായിരുന്നു. എന്നാന്ന് വെച്ചാൽ നല്ല ഡ്രസ്സ് എല്ലാം കൈ വെച്ചല്ലേ അലക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത പണിയെന്ന് പറഞ്ഞാൽ അലക്കാൻ പാടില്ല, തറ തുടയ്ക്കാൻ പാടില്ല, തൂക്കിച്ച തുടയ്ക്കുകയൊക്കെ പാടില്ല, പിന്നെ വെയിറ്റ് പൊക്കിയെടുക്കാൻ പാടില്ല. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത പണി. പക്ഷെ ഞാനതെല്ലാം ചെയ്യുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണെന്ന് പറയാം, അപ്പോൾ ഈടെ എല്ലാം കുറേ നല്ല യാത്രയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ നല്ല ഡ്രസ്സ് കഴിയേണ്ടതുണ്ടായിരുന്നു. അതപ്പോൾ നമ്മുടെ അവിടെ കുറ്റിക്കകത്ത് വെള്ളം വീണിരിക്കുകയല്ലേ, അതിനകത്തുനിന്ന് ബക്കറ്റ് കൊണ്ട് കോരി എടുത്തിട്ട് കഴുകും. പൈപ്പിൽ നിന്ന് പിടിക്കണ്ടല്ലോ, വെറുതെ കറണ്ട് അടിച്ച് നിറഞ്ഞു കിടക്കുമല്ലേ, നല്ല കണ്ണുനീര് മുടക്കത്തെ വെള്ളമല്ലേ എന്ന് പറഞ്ഞാൽ അതും കൂടെ ചെറുത്തേനും ഭയങ്കരമായിട്ട് ഇവിടെ നന്നായിട്ട് വീക്കം വെച്ച് നീര് വെച്ച് കഷത്തിൻ്റെ ഇവിടെ വീർത്ത് നീര് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം, അടുത്ത ആഴ്ച എങ്ങനെ തുടങ്ങിയാൽ മതിയോ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നീര് ഇതെല്ലാം കണ്ടപ്പോൾ പറഞ്ഞു തുടങ്ങിക്കോ, ദിവസം കഴിഞ്ഞു പോയതുകൊണ്ടാണ് 3 വർഷം ചെയ്യണമെന്നാണെന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പം ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടായോട് ചോദിച്ചപ്പോൾ ചേട്ടാ പറഞ്ഞു ഒന്നും നോക്കണ്ട, ചെയ്തു അതാ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. എന്നാ ചെയ്യാനാ, നമുക്കുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഇത് ഓരോരുത്തർക്കും അതെ അവരവർക്കേ അറിയത്തുള്ളൂ, അവരവരുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ അല്ലേ. പക്ഷേ മറ്റുള്ളവർക്ക് എന്ത് വേണേലും പറയാം, അതങ്ങനെ ഇങ്ങനെ അതൊക്കെ. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. എനിക്ക് എന്നാ പറയുന്നത്, ജീവിതകാലം മൊത്തം ഇതിപ്പോൾ ഇന്നലെ ഒന്നും വന്ന അസുഖമല്ല. ഇപ്പം ഞാൻ 8 വർഷം ബെൽറ്റ് ഇട്ട് നോക്കി, പിന്നെ കുറേ ആശുപത്രികളെല്ലാം ട്രീറ്റ്മെൻറ്റ് നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജ്, പിന്നെ പൊൻകുന്നത്ത് കാഞ്ഞിരപ്പള്ളിയിൽ എല്ലുമത്തായി എന്ന് പറയുന്ന ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ അടുത്ത്, കോട്ടയത്ത് ഭാരതിൽ, പിന്നെ നമ്മൾ കോഴിക്കോട് ഒരു യുനാനി ചികിത്സ, കട്ടപ്പന വേറൊരിടത്ത് സെൻറ്റ് ജോൺസിലെ ചികിത്സ, അല്ലാണ്ട് തിരുമുന്ന കട്ടപ്പന വേറൊരിടത്ത്, പിന്നെ ഇപ്പം നമ്മുടെ ആശാൻ്റെ അടുത്ത്, അങ്ങനെ നീണ്ടു പോവാണ്. കുറേ ഇടത്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല. എന്നിട്ടാണ് ഇത് നമ്മുടെ എന്നാ പറയുക, മരണം വരെ ഈ സംഭവം കൂടെ കാണും ഈ വേദന. കാരണം അങ്ങനെ മാറുമെന്ന് എനിക്ക് ഇപ്പം പിന്നെ പറയുന്നു 3 വർഷം ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത് കേട്ടോ, മാറട്ടേന്ന്. അപ്പോൾ എൻ്റെ എന്നാ പറയുന്നത്, ആദ്യത്തെ ചങ്ക് ഞാൻ മരിക്കുള്ളൂ ഉള്ള ഓർമ്മകളൊക്കെ മധുര ഓർമ്മകളൊക്കെ തന്നിട്ട് പോയതിൻ്റെയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോഴായിട്ട് വന്ന ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്ക്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അല്ലേ. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിടയ്ക്ക് ഒരു കോള് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജീവൻ്റെ പാതി എനിക്ക് സമ്മാനിച്ചേക്കുന്ന കാര്യങ്ങളുടെയൊക്കെ അനുഭവമാണ് ഞാനിപ്പോൾ. പിന്നെ കുറേ അതിൻ്റെ ഉണ്ട്, കുറേ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഉണ്ട്. ചെറുപ്രായത്തിൽ തന്നെ അത്ര ദ്രോഹങ്ങളും പീഡനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നതിൻ്റെ ഉണ്ട്. അതിന് ശേഷം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ കടകളിലൊക്കെ ആണെങ്കിലും വീടുകളിലൊക്കെ ആണെങ്കിലും ജോലിക്ക് പോയി നിൽക്കുമ്പോഴും നിസ്സാരം 2 കുഞ്ഞുങ്ങളെ ആ കുടുംബത്തെ കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ടൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ പോയി നിന്നപ്പോഴൊക്കെ നന്നായിട്ട് പണി ചെയ്യണം. അപ്പം നമ്മൾ നടുവും കൂരവൊന്നും നോക്കത്തില്ല, അതിനിടയ്ക്ക് എത്രയോ വീഴ്ചകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കൂടെ ആയപ്പോഴത്തേനും അതൊരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയൊക്കെ. ഇനി അത് പൂർണ്ണമായിട്ട് മാറി കിട്ടുമെന്ന് നോക്കുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം എനിക്കൊരു നമ്മുടെ ഒരു ചേച്ചിക്കുട്ടി ഒരു മെസ്സേജ് ഇട്ടു. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇത് എന്നെക്കുറിച്ച് എനിക്ക് വേണ്ടിയിട്ട് എഴുതിയേക്കുന്നതാണോ. എനിക്ക് വേണ്ടി നല്ല കേട്ടോ, ഒത്തിരി വിഷമങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്, ഞാൻ മാത്രമല്ല.
അപ്പോൾ അത് എന്നായിരുന്നു മെസ്സേജ് എന്നറിയോ? സങ്കടം നൽകിയ കാലത്തെ നമ്മൾ മറക്കുക, പക്ഷേ സങ്കടം നൽകിയ പാഠം നമ്മൾ ഒരിക്കലും മറക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഞാനഥവാ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റത്തില്ല. കാരണം ആ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേനും എനിക്ക് എൻ്റെ ശരീരത്തിന് വേദനയൊക്കെ ഇളകും കേട്ടോ. അപ്പം നമ്മളുടെ ഓരോ വേദനയും ഓരോ സങ്കടങ്ങളും ഓരോ സന്തോഷങ്ങളും കിട്ടുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സത്യം ഓരോരോരോ അനുഭവങ്ങൾ എടുത്ത് നോക്കുമ്പോഴേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും പാഠമാണെന്ന്. ഇപ്പം ഈ പ്രാവശ്യം ഉണ്ടല്ലോ തീരുമാനമായിട്ടെല്ലാം കോയമ്പത്തൂരിൽ നിന്ന് വന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേനും തിരുമാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കോയമ്പത്തൂർ പോക്കൊക്കെ അതുകൂടെ കഴിഞ്ഞ് വന്നിട്ട് തിരുമാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മനസ്സിലെ ധാരണ എന്താണെന്ന് വെച്ചാൽ അമ്മു കുറേ ദിവസമായില്ലേ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ അവളെ വിളിച്ചെത്താം. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും തിരുമ്മിപ്പം അവൾ കുറച്ച് ദിവസം വന്നിപ്പോൾ അന്നേരമാണോ അതോ കൈക്ക് പറ്റിയപ്പോഴാണോ എന്തോ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, അമ്മ ഉണ്ടായതുകൊണ്ട് അമ്മ എല്ലാം ചെയ്തു തരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തിരുമ്മിപ്പം കുറച്ച് 3-4 ദിവസം നമ്മൾ സന്തോഷിൻ്റെ വീട്ടിൽ പോയി നിന്നായിരുന്നു. പിന്നെ കുമാരി ചേച്ചിയായിരുന്നു കേട്ടോ. ആ 1 മാസത്തിനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ടു തരുന്നു കുമാരി ചേച്ചിയായിരുന്നു. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഓർത്തു പിള്ളേർ വന്ന് നിന്നിട്ട് കുറച്ചായല്ലോ, എന്നാൽ അമ്മൂനെ ഇവിടെ കൊണ്ടുവിടാൻ നിർത്തിയിട്ട് വിഷ്ണു വേണമെങ്കിൽ തൽക്കാലം അവർക്ക് അവിടെ ബിസിനസ്സിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവൻ വേണേൽ പോട്ടെ, അവളെ 1 മാസം ഇവിടെ നിർത്താൻ പറയാം എന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ? അപ്പോൾ അവൾ അവിടെ ഉരുട്ട് വീട് അവളുടെ കാലിൽ ചെറിയൊരു ഇതൊക്കെ പറ്റി പൊട്ടലൊക്കെ പറ്റി അവളും റെസ്റ്റിലായിപ്പോയി. ഈ പറയുന്ന എനിക്കാണെങ്കിലും ഓടിപ്പോയി നിന്നൊന്നും നോക്കി കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഇതാകത്തില്ല, ഉള്ളിനുള്ളിലൊരു വിഷമവും സങ്കടമൊക്കെ തോന്നും. എന്നാലും ഞാൻ മനസ്സിലോർക്കും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയുടെ അടുത്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ നോക്കി കൊടുക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ വിഷമമില്ല. പിന്നെ ഞാൻ തിരുമുന്ന കാര്യം ഇന്നാ പോയി തിരുമാൻ തുടങ്ങിയത്. കുമാരിച്ചി അവരാരും അറിഞ്ഞിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്കും കൂടെ കുമാരിച്ചി ഇവിടെ ചോറും കറികളും എല്ലാം കേട്ട് തന്നിട്ട് വരാട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടേണ്ട സമയം ആയിട്ടുണ്ട്, മിക്കവാറും ഞാൻ ഈ ആഴ്ച തന്നെ തുടങ്ങുമെന്ന്. അപ്പം ഈ ആഴ്ച എന്നേലും ഏതെങ്കിലും ദിവസം തുടങ്ങാം, അല്ലെ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ആണോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനുണ്ടല്ലോ ഈ 3 ദിവസം നമ്മുടെ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ 3 ദിവസം ഞാൻ എന്നെ ഇതെന്ന് ചോദിച്ചാൽ ചേട്ടാ ഈ പല്ലുവേദനയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്ന വേദന സംഹാരി ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഇന്നലെ അവർ പോയി കഴിഞ്ഞാൽ അധികം കഴിച്ചില്ല, ഇന്നും കഴിച്ചില്ല. അയ്യോ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വലതുകാലം അങ്ങ് തളർന്ന് അത്രയ്ക്ക് അങ്ങ് താഴെ വീണു പോകുന്നുണ്ട്. ആ വേദന തന്നെയാണ് കേട്ടോ. നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു. ലാസ്റ്റ് സൈയിട്ടാണ് തീരുമാനം അവിടെ ഇവിടെ എല്ലാം എത്ര അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ചേട്ടായി ആയിട്ടാണ് കേട്ടോ ഒരു കണക്കിന് എന്നെ. സത്യം പറഞ്ഞാൽ 8 വർഷം ഞാൻ ബെൽറ്റ് ഇട്ടോട് കിടന്നതെന്ന് പറഞ്ഞപ്പോൾ എവിടെ പോയാലും കുളിക്കുമ്പോഴല്ലാണ്ട് ബെൽറ്റ് ഊരത്തില്ലായിരുന്നു. നട്ടലിൻ്റെ പ്രശ്നമായിട്ട് ഇങ്ങനെ ബെൽറ്റ് എന്നെ ചെയ്യാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കിന്ന് വേറെ നല്ല ഇതൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്ന് ഞാൻ വേറൊരു നല്ല സൂപ്പർ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ പറ്റിയില്ല. പോയിട്ടൊക്കെ വന്ന് കുളിയും പരിപാടി ലേറ്റായിട്ടാണ് പോയത് കേട്ടോ. ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതായതുകൊണ്ട് ലേറ്റായിട്ടായിരുന്നു ഞാൻ പോയത്, രാവിലെ അല്ല പോയത്. അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇതെന്നെ മെസ്സേജുകൾ തരുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ എന്തോ ഒക്കെ ഇങ്ങനെ മെസ്സേജുകൾ കയറിയിരുന്നു കേട്ടോ. അപ്പം വേറെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. എന്നാലും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച തിരുമുന്ന ഒരാഴ്ച ഒന്നെങ്കിൽ 5 ദിവസം തിരുമ്മിയിട്ട് നോക്കിയിട്ട് ഇല്ലെങ്കിൽ 7 ദിവസം ആക്കും. അപ്പം അത്രയും ദിവസത്തേന് ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങളും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ. മരുന്നൊക്കെ കഷായവും അരിഷ്ടവും ലേഹ്യവും ഒക്കെ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നു. ലേഹ്യം തിന്നാൻ എനിക്കിഷ്ടമില്ല. അയ്യോ ദൈവമേ അങ്ങനെ പറയാൻ പാടില്ല അല്ലേ, അസുഖത്തിന് വേണ്ടിയല്ലേ. അരിഷ്ടം എന്താണ്ടൊക്കെ അരിഷ്ടവും 2 സൈസ് അരിഷ്ടവും 1 ലേഹ്യവും ഗുളികയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുഴമ്പുകളും. അത് നമ്മളവിടെ പോകുന്ന അത്രയും ദിവസം അവർ തന്നെ നമുക്ക് തേച്ച് കിഴിയൊക്കെ കുത്തിത്തരും. അല്ലാത്ത ദിവസം അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് അല്ല 5 ദിവസം കഴിഞ്ഞ് എത്ര ദിവസമാണോ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് തിരുമ്മൻ തുടങ്ങി കഴിഞ്ഞ് 2-3-4 ദിവസം കഴിയുമ്പോഴേ പറയത്തുള്ളൂ വേദനയ്ക്ക് ഇച്ചിരി വ്യത്യാസം ഉള്ളത്. പിന്നെ ഇനി നാളെ വേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ മരുന്നൊക്കെ ഒട്ടിച്ചൊക്കെ വിടും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും കമ്മലും മാലയും വളയും മോതിരം എല്ലാം ഊരി വെച്ച് കേട്ടോ. എന്നെ തേച്ച് ഇതൊന്നും ഇടാൻ പറ്റത്തില്ല. പിന്നെ മാല വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടതാണ്. കമ്മലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനേ ഈ കുഴമ്പിൻ്റെ ഇത് പറ്റി കഴിയുമ്പോഴത്തേനും പിന്നെ ഇതാകത്തില്ല. അതുകൊണ്ട് എല്ലാം ഊരി വെച്ചു, വളയും മോതിരവും ഒക്കെ ഊരി വെച്ചു. അങ്ങനെ അപ്പം എന്നാ പറയുന്നത്, കുറച്ച് ദിവസത്തേന് ഇനിയിപ്പം നല്ലതായിട്ട് റെസ്റ്റ് എടുക്കണം. ഒന്നും അങ്ങനെ ഒരു കപ്പിന് അതുപോലെ വെള്ളം പോലും എടുക്കരുതെന്നാണ്. കാരണം ഇത് നന്നായിട്ടുള്ള തിരുമ്മാണ് തിരുമുന്നത്. അപ്പം നമ്മുടെ ശരീരം മൊത്തം ഇളകും.
ആ സമയത്ത് നമുക്കൊന്നും കട്ടിയുള്ള പണിയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നെ എന്നാ പറച്ചിൽ വന്നാലും എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ചേട്ടാനെ തന്നേക്കെന്ന് സത്യം പറഞ്ഞാൽ പല്ലെടുത്തിട്ട് 2 ദിവസം പല്ലെടുത്ത് അന്നും പിറ്റേ ദിവസം 1 ദിവസം റെസ്റ്റ് എടുത്ത് എന്നിട്ട് ഞാൻ പോവാടി ചുമ്മാ ഇരിക്കണ്ടല്ലോ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ പോയി. അങ്ങനെയാണ് അതിൻ്റെ ഒരു മനസ്സ്. അപ്പം ചേട്ടായി എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് എൻ്റെ ഇതിനനുസരിച്ച് ചെയ്തു തരും. പിന്നെ ഞങ്ങൾ 2 പേരും മാത്രം ഉള്ളതുകൊണ്ട് വലിയ കറികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് പറക്കിയൊക്കെ വെച്ചാലൊക്കെ മതിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തിരുവാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചൊക്കെ അധികം കറികളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്ത് കേട്ടോ, എന്നിട്ടായിരുന്നു പോയത്. പക്ഷേ ഇന്ന് തീരുമാനമായിട്ട് പോയതല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ട് പോയിട്ടുണ്ടായില്ല. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഉണക്കക്കപ്പ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുക്കറി വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോർക്ക് കറി ചാലിയിരിപ്പുണ്ട്. എനിക്കിനി പോർക്കും പോത്തും ചിക്കനും മട്ടനും ഒന്നും തിന്നാൻ പറ്റത്തില്ല കേട്ടോ. ഈ മരുന്ന് കഴിയുകളൊന്നും തിന്നാൻ പറ്റത്തില്ല, മുട്ട തിന്നാൻ പറ്റത്തില്ല, കപ്പ, കാന്താരി, കാപ്പി, ഉണക്കമീൻ, അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും തിന്നില്ല. അങ്ങനെയും എൻ്റെ ഒരു ശാലം മണ്ണോടെ കുറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ പച്ചവെള്ളം കുടിച്ചാലേ ഇങ്ങനെ പൊട്ടത്തടിച്ച് ചേട്ടിരിക്കുക എന്താ ചെയ്യാനാ. മരുന്നൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ചേട്ടായിക്ക് എന്തെങ്കിലും 1 കിലോ ഇറച്ചിയോ എന്തെങ്കിലും വാങ്ങിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കുന്നതും കൂടെ മതിയല്ലോ. ഈ തിരുമുന്ന അത്രയും ദിവസം വലിയ കാര്യമായിട്ട് കട്ടിക്കുള്ള പണികളൊന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. എന്തെങ്കിലും എന്നാലും 1 മാസത്തിന് ഒന്നും ചെയ്യണ്ടെന്നാണ് പറയുന്നത്. 1 മാസത്തിന് വലിയ പണികളൊന്നും ചെയ്യണത്. പിന്നെ ഞാനിങ്ങനെ അടുക്കള നിന്ന് എന്തെങ്കിലും കുഞ്ഞു പണികളൊക്കെ ചെയ്യും, അത് സാരമില്ലാന്ന് വിചാരിച്ച്. ഈ തിരുമുന്ന അത്ര ദിവസമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. പിന്നെ അമ്മൂന് സത്യം പറഞ്ഞാൽ അമ്മൂൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വിഷമ സങ്കടം ഉണ്ട്. എന്നാ പറയാനാ, ഈ പറഞ്ഞ അവൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഉത്സാഹിച്ച് ആ കുഞ്ഞുങ്ങളെ കാണാനായിട്ടുള്ള ഉത്സാഹിച്ച് രാവിലെ എന്തൊക്കെയോ പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ട് DTDC കൊടുക്കാനോ എന്തോ പോകാനായിട്ട് നോക്കിയപ്പോഴത്തേനും പറ്റാണ്. പിന്നെ എന്തോ വലിയൊരാപത്ത് മാറിപ്പോയതാന്ന് വിചാരിക്കാം. കാരണം ഇപ്പം പിന്നെ ഒരു പരിധി വരെ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുന്നത്. എന്നാന്ന് വെച്ചാൽ തെന്നി കിടക്കുമ്പോഴും തെറിച്ച് കിടക്കുമ്പോഴും ഒക്കെ ഇച്ചിരി സൂക്ഷിക്കുകയൊക്കെ ചെയ്യണം. ഈ പറയുന്നത് എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി സൂക്ഷിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് വരാനുള്ളത് വരേണ്ട സമയത്ത് തന്നെ വന്നിരിക്കുക, അതൊന്നും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഓരോ കാര്യങ്ങളും എങ്ങനെയാണോ എപ്പോഴാണോ സംഭവിക്കേണ്ടത് എന്ന് ദൈവം നേരത്തെ തന്നെ എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ടല്ലേ, അതനുസരിച്ചല്ലേ നടക്കത്തുള്ളൂ, അതനുസരിച്ചേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഞാനിത് കട്ടാക്കി വെക്കുന്നുണ്ട്. എനിക്ക് കുറേ സമയം നോക്കിയിരിക്കുമ്പോഴത്തേനും ഒരു പ്രശ്നം, കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും പ്രശ്നം. ഈ വശത്ത് ഇവിടെ വേദന മൊത്തം ഇതുണ്ടോ, കൈ കാണാൻ പറ്റുന്നില്ലല്ലേ, ഈ ഒരു സൈഡാണ് വേദന മൊത്തം. അങ്ങനെ ഇങ്ങനെ വിങ്ങുന്നമാതിരി ഇങ്ങനെ പൊട്ടിക്കട്ട് കഴിക്കുന്ന നമുക്ക് തോന്നും. അതിന്നിപ്പോൾ ഇളകിയോടെ ചെയ്തില്ലേ, തീരുമാനം തുടങ്ങുമ്പോൾ ഇളകുമല്ലോ നമുക്ക്. അങ്ങനെ അപ്പോൾ കുറേ മെസ്സേജുകൾ കണ്ടായിരുന്നു, അമ്മൂൻ്റെ അടുത്ത് പോകുന്നില്ലേ, അമ്മൂൻ്റെ അടുത്ത് പോകുന്നില്ലെന്ന്. പിന്നെ ഇന്ന് 2-3 പേര് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂൻ്റെ അടുത്ത് പോകുന്നില്ലേ. എൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ, അവൾക്കറിയാം എൻ്റെ അവസ്ഥ, അവൾക്കറിയാം. കാരണം ഇന്നലെ തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ വേദനയും കാര്യങ്ങളും ഉള്ളതാണ്. അത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വേദന സഹിക്കാൻ വയ്യാതിട്ട് മെയ്യിൽ അതിരുമ്പോൾ പോയതെന്ന് തോന്നണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് സാരമില്ല, വയ്യാഴിക്ക് മാറിയിട്ട് ഓടിപ്പോകാം. ഇതല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അവരുടെ ഇഷ്ടം മുണക്ക് അവരുടെ യുക്തം മുണക്ക് ചെയ്യട്ടെ. കാരണം കാലിൻ്റെതായതുകൊണ്ട് കൈയുടെ മാതിരിയല്ലോ, കൈയാണ് നമുക്ക് എന്തെങ്കിലും കാണിച്ച് എനക്കാതെ കൊച്ചുണ്ടിരിക്കുക. ഇത് കാല് കുത്തിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനെക്കാട്ടി വലിയ ഇതാവും. പിന്നെ ഇത്രയും വരണമെങ്കിലും ഈ മഴക്കാലം ആയതുകൊണ്ട് അതും റിസ്ക്കാണ്. കാരണം വഴിയെല്ലാം ഈ പ്രശ്നങ്ങളും മണ്ണിടിച്ചിലും കാര്യങ്ങളും എല്ലാം. ഈ അടുത്തെങ്ങാനും ആണെങ്കിൽ ഒന്ന് ഓടിപ്പോകുമോ പറക്കുമോ നോക്കുകയോ ചെയ്യാം. ഇത് ഇത്രയും ദൂരമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ചില സമയത്ത് തോന്നും പെട്ട് കിടക്കുവാണല്ലോ. അത് കാരണം ഒന്നും ഓടിപ്പോകാനായിട്ടേ പറ്റത്തില്ല. അന്ന് പോയിട്ട് അന്ന് തിരിച്ചു വരാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഒരുമാതിരി ഒരു മുണ്ടക്കയം വരെയൊക്കെ ഉള്ള ദൂരമാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഇത് എന്തേറെ ദൂരമാണ്, ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. സാരമില്ല അല്ലേ, എല്ലാം ദൈവം തരട്ടെ, ദൈവം കാണട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം മുണക്ക് എല്ലാം നടക്കട്ടെ അല്ലേ. സത്യം പറഞ്ഞാൽ അമ്മു സന്തോഷിനെ എല്ലാം വിളിച്ച് ചെല്ലാനായിട്ടെല്ലാം പറഞ്ഞ് ഇടപാട് ചെയ്തായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പോരാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴെങ്ങാണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് സന്തോഷിനോട് വിളിച്ച് പറഞ്ഞു, അമ്മാവ ഇങ്ങനെ പറ്റി, ശനിയാഴ്ച വരാം, എന്നാൽ ഞാൻ ശനിയാഴ്ച വരാം അമ്മാവെന്ന് പറഞ്ഞു. ഇപ്പം കാല് എടുത്തു വെച്ച് അനക്കാനൊന്നും പറ്റത്തില്ലാത്ത ഒരു സ്റ്റേജ് എങ്ങാണ്ടാ കുറച്ച് ദിവസത്തേനാണ്. അപ്പം ഞാൻ അന്നേരം വിളിച്ചപ്പോൾ പറഞ്ഞു, സാരമില്ല നീ വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യുക, ശനിയാഴ്ച ഒന്നേ സന്തോഷമാണ് ഞാനോട് വരാം, ഇതല്ലെങ്കിൽ വിഷ്ണുവും കുഞ്ഞും നീയും കൂടെ എങ്ങനെയും ഒരു വണ്ടിക്ക് വന്നാൽ മതി, നല്ല സന്തോഷമാനോ പറഞ്ഞുവിടാം, എന്നിട്ട് ഇങ്ങനെ പോന്നാൽ മതി, എന്നിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. 1 മാസം ഇവിടെ നിൽക്കട്ടെ, എന്നതിനും കാലിൻ്റെ ഇതൊക്കെ ഓക്കെ ആവുമല്ലോ, ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവളും പറഞ്ഞു, അന്ന് അങ്ങനെ ചെയ്യാമേ,
വിച്ചുവിനോട് ചോദിക്കട്ടെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം വ്യാഴാഴ്ചയാണ് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. വ്യാഴാഴ്ച വരെ ഇനി കാലം അങ്ങനെ തന്നെ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കണമെന്ന്, കുത്താൻ പറ്റില്ല. പിന്നെ പൊട്ടലാന്ന് പറഞ്ഞാലും കുഞ്ഞി പൊട്ടലാന്ന് പറഞ്ഞാലും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന മാതിരി ഇരിക്കും. കാരണം പിന്നീടല്ലേ ഇത് ഭാവിയിൽ ദോഷമായിട്ട് വരും. എന്നാ പറയുന്നത്, പൂർണ്ണമാതിരിയും ഒരയുന്ന മാതിരിയും മുറിയുന്ന മാതിരി അല്ലല്ലോ. അസ്ഥിയുടെ പൊട്ടലാകുമ്പോഴത്തേന് അത് ചെറിയ പൊട്ടലാന്ന് പറഞ്ഞാലും നമ്മൾ കാലൊക്കെ കുത്തുമൊക്കെ ചെയ്യുമ്പോൾ ആ പൊട്ടൽ അകന്നകന്ന് പോകാനാണ് ചാൻസ്. അത് കത്തി കൂടണമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളെ പറ്റുന്ന എന്നേലും കുഞ്ഞു സഹായങ്ങൾ ചെയ്യാന്നല്ലാണ്ട് മുട്ടയൊക്കെ വാങ്ങിച്ച് കഴിക്കും അവനെ കൊണ്ട് മേടിപ്പിരുന്നു പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞു പൈസയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ റാഗിപ്പൊടിയൊക്കെ മേടിച്ച് കുറുക്കി തിന്നുവോ, റാഗി സ്റ്റിക്കിൻ്റെ പുട്ടുണ്ടാക്കി തിന്നുവൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇങ്ങനെയാണ് ഉവ്വിയ അമ്മു വണ്ടി വീണു, അമ്മു ഉവ്വിയ, അമ്മുവിൻ്റെ കാലം ഉവ്വിയ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഞാൻ അവിടെ പോയി നിന്ന് പറഞ്ഞാലും ആ അമ്മയ്ക്ക് കുറച്ചുകൂടി ഇത് കൂടത്തേ ഉള്ളൂ സത്യം പറയാം. കാരണം അവിടുത്തെ ഒരു രീതിയിലുള്ള നമ്മുടെ ഇവിടുത്തെ മാതിരിയുള്ള ഫുഡും കാര്യങ്ങളും ഒന്നുമല്ല, എല്ലാം വേറെ വേറെ വ്യത്യാസമാണ്. അപ്പോൾ അമ്മ തന്നെ രാവിലെ എണീറ്റ് ഇതെല്ലാം ഉണ്ടാക്കും. പിന്നെ ഞാൻ അവിടെ ചെന്ന് നോക്കാനായിട്ട് എനിക്കവിടെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി തരേണ്ട ഒരവസ്ഥയാണ്. പിന്നെ അത് തന്നെക്കാട്ടി ഉപരിയാണെന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലമാണ്. ഇന്നലെ കറക്റ്റ് അവർ തൊടുപുഴ അവരുടെ വീട്ടിൽ ചെന്ന്, ഇവിടെ നിന്ന മക്കൾ അവരുടെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയിട്ട് രാത്രി വെളുക്കോളും മഴയായിരുന്നു. തൊടുപുഴ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി വണ്ടി പോകരുതെന്ന് ന്യൂസൊക്കെ എല്ലാവരും കണ്ടില്ലേ. പിന്നെ മൂലമറ്റത്താണെങ്കിൽ രണ്ടു നേരത്തെ കണ്ടൊക്കെ ഉരുള് പൊട്ടി പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ആ വഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അഥവാ അങ്ങോട്ട് പോയി ഒന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ഇതാകും. ഒന്നാമതേ എനിക്ക് ഇപ്പോൾ ഈ 2 മാസം ഇനി തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വേദന ഇളകുന്നതും ഒട്ടും വയ്യാത്ത മാസമാണ് ഈ ജൂണും ജൂലൈയും. കർക്കിടക മാസം മൊത്തം വേദനകളുടെ മാസമാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം ഈ ശരീരം മൊത്തം വേദന എടുക്കുന്ന മാസമാണ് കർക്കിടക മാസം ഈ തണുപ്പാകുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ആർക്കൊക്കെ മനസ്സിലായില്ലെങ്കിലും അമ്മൂന് മനസ്സിലാകും എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. സാരമില്ല അമ്മ, തിരുമ്പല്ലേ, വരുന്നവർ എല്ലാവരും ചോദിക്കുന്നുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരവർക്കല്ലേ അവരവരുടെ അവസ്ഥ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച വരെ നോക്ക്, വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാറോ വണ്ടിയോ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട് കാലിൽ നേരെ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരാമെങ്കിൽ ഇങ്ങ് പോരെ, ഇവിടെ വന്ന് നിന്നോ, കുഴപ്പമില്ല. പറ്റുന്ന മാതിരിയൊക്കെ നമുക്ക് അവളെ കാലം അനക്കാതെ വെച്ചിട്ടേ ഞാൻ ഇങ്ങനെ പറ്റുന്ന പോലൊക്കെ ചെയ്ത് തരാടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൂച്ചക്കരി വേറെ വെക്കണ്ടല്ലോ, ഏതായാലും കഞ്ഞി വെക്കും. അന്നേരം അതിനകത്ത് തഴിയാരിയും കൂടെ കൂടുതലിട്ടാൽ പോരെ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊച്ചിനെ കൊണ്ട് വിഷ്ണു വന്ന് ഒത്തിരി ദിവസം നിൽക്കുകയല്ലോ, കൂടിപ്പോയ ഒരാഴ്ച അങ്ങനെ നിന്നിട്ടാവും. ഇന്നും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കണ്ടാവോ, വ്യാഴാഴ്ച വരെ പോയി നോക്ക്, അല്ല വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ പോയി നോക്കുക, എന്നിട്ട് പൊക്കോളം യാത്ര ചെയ്തോളാം പറഞ്ഞാൽ വായോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരുമ്പുന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു മാസത്തേനും അങ്ങോട്ടേക്ക് ഒരു യാത്രയും പറ്റത്തില്ല. 30 ദിവസം ഒട്ടും ഒന്നിനും പോകാൻ പറ്റത്തില്ല. 2 മാസം ഒക്കെയാണ് റെസ്റ്റ് പറയുന്നത്. 30 ദിവസത്തിന് ഒട്ടും വണ്ടി യാത്ര പാടില്ലെന്ന് പറയും. ഇവിടുന്ന് അവിടെ വരെ പോകുന്നു, അവിടുന്ന് ഇവിടെ വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സ്കൂട്ടി ഓടിയും പരിപാടിയെല്ലാം നിർത്തണം. നമുക്ക് അടുത്ത എൻ്റെ പിന്നത്തെ മാസം ആകുമ്പോഴത്തേനും 10,000 കിലോമീറ്റർ ആണ്ടിയതാണ്. ഇപ്പോഴും 550-560 ആയിട്ടേ ഉള്ളൂ. ഞാനെന്നാൽ ഈ 2 മാസം ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ മഴക്കാലത്ത് ഇച്ചിരി റിസ്ക്കുമാണ് സ്കൂട്ടി ഓടിയിട്ട്, അതും ഒരിതുണ്ട് മുമ്പിലുണ്ട്. പിന്നെ അതിനെക്കാട്ടി എല്ലാം ഉപരി വലിയ ആനക്കരുതി പോയി തൊഴിലുറപ്പിന് ചേർത്തായിരുന്നു. തൊഴിലുറപ്പിന് 11 മണിയോ 12 മണിയോ അങ്ങാണ്ട് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഈ മാസം ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ തിരുമിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ ആ ഒരു സൈഡ് ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന മാതിരിയാണ്. ഒരു ഭയങ്കര ഒരു വിമിഷ്ട അസ്വസ്ഥതയാണ്. ഒത്തിരി നേരം കുത്തിയിരുന്നുള്ള വീഡിയോ എടുക്കിച്ചൊക്കെ കുറച്ച് ദിവസത്തേന് നിർത്തി കേട്ടോന്നൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അരി ഇതാണല്ലോ, നമുക്ക് അവിടെയാണെങ്കിലും പൈസ കൊടുക്കണമെങ്കിലും ഒക്കെ വേണ്ടേ അല്ലേ. ഇത് ഞാൻ പറഞ്ഞു ഒരുമിച്ചിരുന്ന് ചെയ്തില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് ഒരുമിച്ച് ചെയ്യരുത്, 3-4 പ്രാവശ്യമായിട്ട് നോക്കി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് എനിക്കിങ്ങനെ ഇത്രയും നേരം ഇരുന്ന് ഇങ്ങനെ ഫോൺ നോക്കി പറയുമ്പോഴത്തേക്കും വേദന എടുക്കുന്നത്. ഈ തലയിൽ ഇത്രയും ഇവിടെ ഈ പ്രദേശം മൊത്തം ഈ ഒരു വലതുവശത്തിനാണ് കേട്ടോ എനിക്ക് മൊത്തം പ്രശ്നം. പിന്നെ കുറച്ച് ദിവസം ആകുമ്പോഴത്തേന് മാറിക്കോളും, അതൊക്കെ സ്വാഭാവികം അല്ലേ, ഇതൊക്കെ ഈ ജീവിതത്തിലുള്ളതല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ തൊഴിലുറപ്പിലെ മേറ്റിനെ വിളിച്ച് പറഞ്ഞു, പിന്നെ ഈ 2 മാസത്തിന് മോനെ എൻ്റെ പേര് മസ്റ്റോളിനകത്ത് വെക്കണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. ചെന്ന് നമ്മൾ പണിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലിയല്ലേ, നിസ്സാര കളിയൊന്നുമല്ല കേട്ടോ. എല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിട്ടെല്ലാം നല്ല കാര്യത്തിലാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ ഉപ്പേർ പഞ്ചായത്തിൻ്റേത് അങ്ങനെയാണ്, ഞങ്ങളുടെ ഈ വാർഡിൻ്റെ പ്രത്യേകിച്ച് നല്ല രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ അഥവാ തൊഴിലുറപ്പിന് ചെന്നിട്ട് പിന്നെ പോകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണമൊക്കെ നമ്മൾ കാണിക്കണം. അപ്പം മസ്റ്റോളിൽ പേര് വെക്കാണ്ട് മുൻപേ തന്നെ അങ്ങ് പറഞ്ഞേക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ.
അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഈ 2 മാസത്തേന് വെക്കണ്ട, ഇങ്ങനെ തിരുമാൻ തുടങ്ങിയതുകൊണ്ട് 2 മാസത്തേന് വെക്കണ്ട, ഓഗസ്റ്റ് മാസത്തേക്ക് മുതലുള്ളതിന് ഞാൻ വരാമെന്ന്. അപ്പം നമുക്ക് 100 മണി തയ്ക്കാൻ പറ്റത്തില്ല. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം ഓരോരുത്തർക്കും ഓരോ വാ കീറിയ തമ്പുരാൻ അന്നം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് ദൈവം വെച്ചിട്ടുണ്ട്. അതനുസരിച്ചല്ലേ പോകും. എന്നാലും അത്രയും ദിവസം പോയിട്ടൊന്നും എനിക്ക് വലിയ വേദനയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. മഴക്കാലമായി, മഴയായി, തണുപ്പായി. ഇവിടെ നമുക്ക് ഇടുക്കിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഭൂമി മൊത്തം ഇങ്ങനെ തണുത്ത ഒരവസ്ഥയാണ്. അപ്പോഴത്തേക്കുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. തണുപ്പ് കാലം ആകുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ അപ്പോൾ ഇന്ന് ഒത്തിരി സമയം ഇരുന്ന് പറയാനും പറ്റുന്ന ഒരു നല്ല ഹാപ്പി വീഡിയോ ഒന്നുമല്ല, എന്നാലും നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് എന്തെങ്കിലും ഇതൊക്കെ പോകുന്നു, കുഴപ്പമില്ല. ഇതിപ്പോൾ ഇന്നലെ വന്ന ഇതൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. മുമ്പോട്ടേക്കും ഇങ്ങനെ ഈ വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ രോഗങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചങ്ക് പൊട്ടുന്ന വിഷമം തോന്നത്തില്ല. ഓരോരുത്തരുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങ് ജീവിതകാലം അങ്ങ് കഴിച്ചു പോയാൽ മതി എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടണോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.